നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. നമ്മുടെ രാജ്യത്ത് കുറേയധികം വളരെ മികച്ച എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവയൊക്കെ പലപ്പോഴും വിളിക്കുന്നത് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന പേരിലായിരിക്കും. ഉദാഹരണത്തിന് INI ഇൻസ്റ്റിറ്റ്യൂഷൻസ്. INI എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്, അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എഞ്ചിനീയറിംഗ് പഠനത്തിന്. അല്ലെങ്കിൽ മാനേജ്മെന്റിലേക്ക് വന്നാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. മെഡിസിനിലേക്ക് വന്നാൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. ഡിസൈനിലേക്ക് വന്നാൽ NIFT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി, അല്ലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, NID. ഇങ്ങനെ ഒട്ടനവധി മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, INI ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമല്ല, മറ്റ് പ്രൈവറ്റ് മേഖലയിലും ഒക്കെ ഒട്ടനവധി വളരെ പ്രീമിയം ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെയാണ് ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ? അവ എങ്ങനെ കണ്ടെത്താനായിട്ട് കഴിയും? അവിടെ എങ്ങനെ അഡ്മിഷൻ നേടാനായിട്ട് കഴിയും? അവിടെ എന്തുകൊണ്ട് പഠിക്കണം? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് +2 ശേഷമുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കാനുള്ള അവസരങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ മേഖലയിൽ ഒരു എക്സ്പേർട്ടുമായിട്ടാണ്, കരിയർ ഗൈഡൻസ് മേഖലയിൽ തന്നെ PhD എടുത്ത ഒരു വ്യക്തിയുമായിട്ട്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് 1-2 കാര്യങ്ങൾ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന അതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. അതേപോലെ ഈ വീഡിയോയിൽ ഞാൻ സംവദിക്കുന്ന വ്യക്തിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ നേടിക്കൊണ്ട് അദ്ദേഹവുമായിട്ട് കരിയർ ഗൈഡൻസ് ഒക്കെ നിങ്ങൾ അങ്ങനെയുള്ള സർവീസുകളൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാട്സാപ്പ് നമ്പർ, അദ്ദേഹത്തെ ഫോണിൽ ലഭ്യമാകത്തില്ല, വാട്സാപ്പിലായിരിക്കും. അദ്ദേഹത്തിൻ്റെ വാട്സാപ്പ് നമ്പറൊക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകാം. അപ്പോൾ അതിലൂടെ അദ്ദേഹവുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അവിടെ എങ്ങനെ പഠിക്കാം, എന്തുകൊണ്ട് പഠിക്കാം, ഏതൊക്കെയാണ് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്, ആ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഒരു എക്സ്പേർട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്, ഡോക്ടർ ഐസക് തോമസ്. അദ്ദേഹം ഈ കരിയർ ഗൈഡൻസ് മേഖലയിൽ തന്നെ റിസർച്ച് ചെയ്ത് PhD നേടിയ വ്യക്തിയാണ്. അപ്പം ആ ഒരു എക്സ്പേർട്ടിൽ നിന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി, അദ്ദേഹവുമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒക്കെ കോൺടാക്ട് ഡീറ്റെയിൽസ്, വാട്സാപ്പ് നമ്പറൊക്കെ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അദ്ദേഹവുമായിട്ട് പെയ്ഡ് സർവീസ് തന്നെ എടുത്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. എനിവേ സാർ, വെൽക്കം ടു കരിയർ പാത്വേ. താങ്ക് യു ഡോക്ടർ വിജയ് സാർ. യെസ്, ഓക്കെ. അപ്പം ആദ്യം എനിക്ക് അറിയേണ്ടത്, എന്തുകൊണ്ട് ഒരു കുട്ടി പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം, അതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, അതൊന്ന് സൂചിപ്പിക്കാം. തീർച്ചയായിട്ടും ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു വിദ്യാർത്ഥി ഇന്ത്യയിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ചൊരു സാധ്യതയാണ് ഒരുങ്ങുന്നത്. ഈ സാധ്യത എന്ന് പറഞ്ഞാൽ ആ ക്യാമ്പസിൽ, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലഭിക്കുന്ന സൗകര്യങ്ങളാണ്. സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ടോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഇതിൽ പറയുന്ന മിക്ക സ്ഥാപനങ്ങളും തന്നെ. ആ സ്ഥാപനങ്ങളുടെ ഫാക്കൽറ്റിയുടെ ക്വാളിറ്റീസ്, അവരുടെ മാഹാത്മ്യം മാത്രമല്ല, അവരുടെ കഴിവുകളെല്ലാം ഏറ്റവും കൂടുതൽ പ്രകടമാക്കുന്ന തരത്തിൽ അവർക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്ന എല്ലാവിധ പരിശീലനം ലഭിക്കുന്ന ലാബ്, ലബോറട്ടറി, ലൈബ്രറി, ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും, അതുപോലെ തന്നെ അതിമനോഹരമായ ഒരു ക്യാമ്പസുമായിരിക്കും ഇവിടെ എല്ലാം ഉള്ളത്. അപ്പൊ ഇതെല്ലാം ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കാവുന്ന അസുലഭമായ ഒരു അവസരമാണ് ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ ലഭിക്കുക എന്നത് വഴി ലഭിക്കുന്നത്. അപ്പോൾ സാറ് പറഞ്ഞത് അവിടുത്തെ അധ്യാപകര്, ലാബ്, ലൈബ്രറി, ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ, മികച്ച ഫണ്ട് ലഭ്യമാകും, ആ കാര്യങ്ങളൊക്കെ. അതിൽ കൂടി ഒരു കാര്യം കൂടി എനിക്കൊന്ന് ആഡ് ചെയ്യാനായിട്ടുള്ളത്, മികച്ച സഹപാഠികളെ കൂടി ലഭിക്കും എന്നുള്ളതാണ്. കാരണം ഈ പലരും ഈ US വലിയ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ പോകുന്നത് അവർക്ക് ഒരു നെറ്റ്വർക്കിംഗ്, അല്ലെ, ഭാവിയിൽ വലിയ സ്ഥാനങ്ങളിലേക്കൊക്കെ എത്തുന്നവരുടെ ഒപ്പം പഠിക്കാൻ കഴിയും എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് കൂടെ കിട്ടും എന്നുള്ളതാണ്. അപ്പൊ അതും കൂടി ഞാൻ ഒന്നുകൂടെ ആഡ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. യെസ് സാറേ, അതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ടത്, ഈ സ്ഥാപനങ്ങളിൽ നിന്ന് ഇവർക്ക് മുൻപേ പഠിച്ചു പോയവര് ലോകത്തിലെ പല ഭാഗത്തുമുണ്ട്. അവരുടെ നെറ്റ്വർക്ക് അലൂമിനി തന്നെ മതി ഇവര് പഠിച്ചിറങ്ങുമ്പോൾ തന്നെ പ്ലേസ്മെന്റ് കിട്ടുവാനും ഇവരെ വീണ്ടും പ്രൊമോട്ട് ചെയ്ത് ഇവർക്ക് മികച്ച നിലയിലേക്ക് എത്തുവാനും എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്. ഓക്കെ. അപ്പൊ ഇനി അറിയേണ്ടത്, ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ എങ്ങനെ തിരിച്ചറിയാനായിട്ട് കഴിയും? അതിന്റെ ചില സൂചകങ്ങൾ സാർ ഒന്ന് സൂചിപ്പിക്കാം.
തീർച്ചയായിട്ടും ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അത്തരത്തിലുള്ള ഒരു ലേബലിലേക്ക് നാഷണലി ഇമ്പോർട്ടന്റ് എക്സലന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് മാറ്റണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് അതിൻ്റെതായ ഒരു ഫ്രെയിംവർക്ക് ഉണ്ട്. ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ റാങ്കിങ് ഉണ്ട്. ആ റാങ്കിങ്ങിന്റെ ചില മാനദണ്ഡങ്ങളിൽ പ്രധാനമായും അവിടുത്തെ ഫാക്കൽറ്റീസിന്റെ ക്വാളിഫിക്കേഷൻസ്, ഡോക്ടറേറ്റും ദെൻ പോസ്റ്റ് ഡോക്ടറൽ സ്റ്റഡീസും അവരുടെ 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 പബ്ലിക്കേഷൻസും അങ്ങനെയുള്ള ഇന്റർനാഷണൽ ലെവലിലുള്ള റാങ്കിങ് എല്ലാം അവർക്ക് അതൊരു മാനദണ്ഡമാണ്. അതുപോലെ തന്നെ ഇവരുടെ അടിസ്ഥാന സൗകര്യങ്ങള്, അവരൊരുക്കുന്ന പ്ലേസ്മെന്റ്, അവര് ഇവിടുന്ന് പഠിച്ചിറങ്ങിയവരുടെ പ്ലേസ്മെന്റ് റെക്കോർഡ്സ്, ഇതെല്ലാം അടങ്ങുന്ന തരത്തിലുള്ള ഇവരുടെ പെർഫോമൻസ്, ടോട്ടൽ പെർഫോമൻസ് ദ എൻറ്റയർ ക്യാമ്പസ് എടുത്ത് പരിശോധിക്കുന്ന ഒരു റാങ്കിങ് ഉണ്ടാവും. അപ്പൊ അതിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഒന്നാണ് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റികളും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളെയും ഇങ്ങനെ റാങ്കിങ് ചെയ്യുമ്പോൾ നാക് അക്രഡിറ്റേഷൻ ആണോ, അതിന്റെ A+, B+, അങ്ങനെയുള്ള റാങ്കിങ് ആണ് കൊടുക്കുന്നത്. അതുപോലെ എഞ്ചിനീയറിംഗിന് അതിൻ്റെതായ റാങ്കിങ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ റാങ്കിങ് ഇന്ത്യൻ പല യൂണിവേഴ്സിറ്റികളും അതിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അടക്കം ഏറ്റവും അത് IIT-കൾ, IIT മദ്രാസ്, അതേപോലെ IIT മുംബൈ, ഇങ്ങനെയുള്ള ഓരോ യൂണിവേഴ്സിറ്റികൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്നിനൊന്ന് മത്സരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു റാങ്കിങ് സിസ്റ്റം ഉള്ളത് കൊണ്ട്, അപ്പൊ ആ റാങ്കിങ് സിസ്റ്റത്തിൽ നമ്മുടെ ഈ സ്ഥാപനം എവിടെ നിൽക്കുന്നു എന്ന് പരിശോധിച്ച് വേണം നമുക്ക് ഓരോരുത്തർക്കും അവരുടെ അഭിരുചിക്കിണങ്ങുന്ന, അവരുടെ വിഷയത്തിന് യോജിച്ച ഒരു സ്ഥാപനത്തെ തിരഞ്ഞെടുക്കുവാൻ. ഓക്കെ സാറേ, ഈ റാങ്കിങ് സിസ്റ്റം പറയുമ്പോൾ ഞാൻ സാധാരണ പറയുന്ന ചില റാങ്കിങ് സിസ്റ്റം കൂടി ഒന്ന് ഷെയർ ചെയ്യാം. ഞാൻ സാധാരണ പറയുന്ന ഒന്ന് NIRF, കേന്ദ്ര ഗവൺമെന്റിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിങ് ഫ്രെയിംവർക്ക്. ഈ NIRF റാങ്കിങ് യൂണിവേഴ്സിറ്റികളെയും കോളേജിലും ഒക്കെ സെപ്പറേറ്റ് റാങ്കിങ് ഉണ്ട്. അതിലൊക്കെ ഒരു 100-ൽ താഴെ വരുന്ന റാങ്ക് ഉള്ളത് ധൈര്യമായിട്ട് തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഒരു 50-ൽ താഴെ റാങ്കിങ് ഉള്ളവരെ തിരഞ്ഞെടുക്കാമെന്ന് ഞാൻ പൊതുവെ പറയാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ കുട്ടികളോട് പറയുന്നത്, സാറ് മുമ്പ് സൂചിച്ചതുപോലെ ഈ UGCയുടെ ഒക്കെ NAC റേറ്റിംഗ്, ഇപ്പം എൻ്റെ കോളേജിനൊക്കെ A++ കിട്ടിയിട്ടുണ്ട്. അപ്പൊ A++ അല്ലെങ്കിൽ A+A ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെയൊക്കെ ധൈര്യമായിട്ട് പോകാനായിട്ട് കഴിയും. അല്ലെ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുമ്പോൾ NBA പോലെയുള്ള റാങ്കിങ് നോക്കുന്നത് നല്ലതായിരിക്കും, അല്ലെ. ഇതല്ലെങ്കിൽ ഇന്റർനാഷണൽ റാങ്കിങ്, നമ്മുടെ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്കിങ്, അല്ലെങ്കിൽ QS റാങ്കിങ്, ഇങ്ങനെയുള്ള റാങ്കിങ്ങുകൾ ടോപ്പ് വരിക എന്നാണ് ഒരു മാനദണ്ഡമായിട്ട് പറയാനായിട്ട്. ഓക്കെ, ഇനി എനിക്കറിയാനായിട്ടുള്ളത്, സാറ് ഒരു +2 കഴിഞ്ഞ്, നമുക്ക് ആദ്യം +2 എടുക്കാം, പിന്നെ നമുക്ക് ഡിഗ്രിയെ കുറിച്ച് സംസാരിക്കാം. +2 കഴിഞ്ഞ് ഒരു കുട്ടിക്ക് പോകാൻ പറ്റുന്ന അതാത് മേഖലകളിലെ മികച്ച പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ച് സാർ ഒന്ന് സൂചിപ്പിക്കാം. തീർച്ചയായിട്ടും +2 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവര് പ്രധാനമായും ചൂസ് ചെയ്യുന്ന സ്ട്രീമുകളെ അടിസ്ഥാനപ്പെടുത്തി തന്നെ നമുക്ക് പല പല പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഒരു കുട്ടിയുടെ മുമ്പിലുള്ളത്. സയൻസ് എടുത്താൽ സയൻസിൽ നിന്നും അവരെഴുതുന്ന പ്രധാനപ്പെട്ട എൻട്രൻസുകളായ ഇപ്പം നീറ്റും അതുപോലെ JEE, ഈ 2 പ്രധാനപ്പെട്ട എൻട്രൻസുകൾ എഴുതിയാൽ തന്നെ എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നത് ഏറ്റവും മികച്ച സ്ഥാപനത്തിൽ എത്തുക എന്നുള്ളതാണ്. അതിൽ മെഡിക്കൽ നീറ്റ് എഴുതി കഴിഞ്ഞാൽ ഒരു കുട്ടി കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച സ്ഥാപനം എയിംസ് ആണ്. ഡൽഹി എയിംസും അതേപോലെ തന്നെ മറ്റ് ഒരു ടോട്ടൽ 20 എയിംസിന്റെ കേന്ദ്രങ്ങളാണ് നമുക്ക് ഇന്ത്യയിൽ ലഭിക്കുന്നത്. അവിടെ പഠിക്കാനുള്ള ഒരു കുട്ടിയുടെ ഒരു അവകാശവും ഒരു കുട്ടിയുടെ ഒരു താല്പര്യവും എന്തായിരിക്കും? മറ്റൊന്നുമല്ല, അവിടെ ഏറ്റവും മികച്ച സാധ്യതകളുണ്ട്, ഏറ്റവും മികച്ച അധ്യാപകരും ഫെസിലിറ്റിയും ഫാക്കൽറ്റിയും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. അതുകൂടാതെ ഇവർക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ് അവിടെ പഠിക്കാൻ അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ്. നോമിനലായ ഒരു ഫീസ് കൊടുത്താൽ MBBS കൈമുതലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു എൻട്രൻസിലൂടെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു കുട്ടി, അപ്പൊ സാറ് പറയാനായിട്ട് ശ്രമിക്കുന്നത് മെഡിക്കൽ സയൻസുകാർക്ക്, അത് നേഴ്സിംഗും ഡോക്ടറാകാനും ഒക്കെ എയിംസ് നല്ലൊരു ഓപ്ഷൻ ആണെന്ന്. വേറെ തന്നെ മെഡിക്കൽ മേഖലയിലെ വേറെ ചില പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കൂടെ പേരൊന്ന് സൂചിപ്പിക്കാം. ജിപ്മർ പുതുച്ചേരി ജിപ്മറിൽ കിട്ടുകയാണെങ്കിൽ എയിംസിനെ പോലെ തന്നെയാണ് വളരെ ചെലവ് കുറഞ്ഞ് സെൻട്രൽ ഗവൺമെന്റ് ഫണ്ടോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ജിപ്മർ. അതുപോലെ AFMC പൂനെ, ഡിഫൻസിൽ ഒരു കുട്ടിക്ക് ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹം പല കുട്ടികൾക്ക് അറിയത്തില്ലാത്തത് കൊണ്ടാണ് അതിലേക്ക് ലക്ഷ്യം വെക്കാത്തത്. കിട്ടിയാൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ട. ഇന്ത്യൻ ഡിഫൻസിലെ, എയർഫോഴ്സ്, നേവി, ആർമിയിലെ ഇവരുടെ ആ ഒരു ഡോക്ടർ ആവാനുള്ള
ഒരു ചാൻസ് ആണ് ആ കുട്ടിക്ക് വരുന്നത്. AFMC പൂനെയിലും ഇതേ ഈ നമ്മുടെ നീറ്റ് വഴിയാണ് കിട്ടുന്നത്. അതും മെഡിക്കൽ മേഖലയിൽ ലഭിക്കാവുന്ന ഇന്ത്യയിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് AFMC പിന്നെ പൂനെ. നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക് വന്ന നമ്മുടെ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെ, മണിപ്പാല്, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഒക്കെ ഉണ്ട്. ബാംഗ്ലൂര് സെന്റ് ജോൺസ് ഇങ്ങനെയൊക്കെ. ഓക്കെ, അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ എഞ്ചിനീയറിംഗിലേക്ക് വന്നാൽ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏതൊക്കെയാണെന്ന് സൂചിപ്പിക്കാം. എഞ്ചിനീയറിംഗിലേക്ക് വന്നു കഴിയുമ്പോഴാണ് അതിവിശാലമായ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ കാലഘട്ടം മുതൽ ഇന്ത്യയുടെ എന്നും പ്രൗഡായിട്ട് നിൽക്കുന്ന IIT-കളും അതുപോലെ തന്നെ NIT-കളും, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയും, 23 IIT-കളും 31 NIT-കളുമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. ഈ പറയുന്ന സ്ഥാപനങ്ങളിലേക്ക് JEE മെയിനും അതേപോലെ JEE അഡ്വാൻസ് ക്ലിയർ ചെയ്താണ് കുട്ടികൾ എത്തുന്നത്. JEE മെയിൻ ക്ലിയർ ചെയ്താൽ അതിലെ ഏറ്റവും മികച്ച റാങ്കിങ് വന്നാൽ NIT-കൾ ഉറപ്പാണ്. NIT-കള് പോരാ, ഇനി IIT തന്നെ വേണമെന്നുണ്ടെങ്കിൽ JEE അഡ്വാൻസ് ക്ലിയർ ചെയ്ത് അതിലെ ഏറ്റവും മികച്ച റാങ്കിങ്ങിലേക്ക് വന്നാൽ ഒരു കുട്ടിയെ കാത്തിരിക്കുന്ന IIT-യിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന IIT പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ആ ഫീല് തന്നെ മതി. കാരണം എന്തുകൊണ്ടാണ്? IIT പഠിച്ചിറങ്ങിയവര് രാജ്യത്തിനുള്ള ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിലേക്ക് ഈവൻ സ്പേസിൽ വരെ എത്താനുള്ള ഒരു വലിയ അംബീഷ്യസ് ആയിട്ടാണ് അവർ പഠിച്ചിറങ്ങുന്നത് എന്നുള്ളതാണ്. പഠിച്ചിറങ്ങിയിട്ട് അവിടെ തന്നെ സാറേ ഒരു കാര്യം ഒന്ന് ആഡ് ചെയ്തോട്ടെ. നമ്മൾ IIT-കൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലാണെങ്കിലും പാലക്കാടാണുള്ളത്, അതേപോലെ NIT നമ്മുടെ കോഴിക്കോടുണ്ട്. ഈ IIT പറയുമ്പോൾ തന്നെ കൂടെ പറയാന്ന് പറഞ്ഞതാണ് IIIT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. ഞാനും സാറും ഒക്കെ ഉള്ള നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെയുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. അപ്പൊ എഞ്ചിനീയറിംഗ് മേഖലയിലെ അതാ പറഞ്ഞ കോട്ടയം പാല, ഓക്കെ, വലവൂര്, ഓക്കെ. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്, അപ്പം എഞ്ചിനീയറിംഗ് പറഞ്ഞു, മെഡിക്കൽ പറഞ്ഞു, മറ്റു മേഖലകളിലെ +2 കഴിഞ്ഞവർക്ക് പോകാൻ പറ്റുന്ന ചില പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ ഒന്ന് സൂചിപ്പിക്കുക. അതിൽ പ്രധാനപ്പെട്ടത് നമുക്കറിയാം, ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെത്തി രാജ്യത്തെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളായി ആ റാങ്കിങ്ങിൽ സാറ് മുമ്പേ സൂചിപ്പിച്ച ഒരു 100ഓളം സ്ഥാപനങ്ങളെ എടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ പോകാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു എൻട്രൻസ് ആണ് CUT എന്ന് പറയുന്ന എൻട്രൻസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ. CUT-നെ കുറിച്ച് തന്നെ നമ്മൾ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ലഭ്യവുമാണ്. താല്പര്യമുള്ളവർക്ക് CUT പരിശോധിക്കാം. അപ്പൊ സാർ മൂന്നാമത് പറയുന്നത് CUT ബേസ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികൾ, അങ്ങനെയുള്ള ചില ടോപ്പ് യൂണിവേഴ്സിറ്റികൾ ഒന്ന് പെട്ടെന്നൊന്ന് സാർ ഒന്ന് പറഞ്ഞു പോകാം. പ്രധാനപ്പെട്ടതാണ് ഡൽഹി യൂണിവേഴ്സിറ്റി, അതുപോലെ JNU ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, കൂടാതെ ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റി, പിന്നെ ഹൈദരാബാദ്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, അങ്ങനെ തമിഴ്നാട്, കർണാടക, അങ്ങനെയുള്ള പല സ്റ്റേറ്റുകൾ, കേരളത്തിനടക്കം സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്. ഈ യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ ഒരു കുട്ടിക്ക് പഠിക്കാൻ, ഇന്റഗ്രേറ്റഡ് ആയിട്ട് പഠിക്കാൻ, ഡിഗ്രി PG കൂടെ ഇന്റഗ്രേറ്റഡ് പഠിക്കാനുള്ള അവസരങ്ങൾ ഒരുങ്ങുന്നു. അതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ ഏത് സ്ട്രീമുകാർക്കും പോകാവുന്ന തരത്തിലുള്ള വളരെ മികച്ച ചില യൂണിവേഴ്സിറ്റികളുണ്ട്. ഫോർ എക്സാമ്പിൾ, ലാംഗ്വേജ് ഇംഗ്ലീഷ് പഠിക്കണമെന്നും ഫോറിൻ ലാംഗ്വേജ് പഠിച്ച് ഫോറിൻ സിവിൽ സർവീസിലേക്ക്, ഫോറിൻ സർവീസിലേക്കൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് രാജ്യത്തെ ഏറ്റവും മികച്ച, ഈവൻ വിദേശത്തു നിന്ന് വരെ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് ഒക്കെ കിട്ടി കുട്ടികൾ വന്ന് പഠിക്കുന്ന സ്ഥാപനമാണ് IFLU എന്ന് പറയുന്ന ഹൈദരാബാദിന്റെ ഏറ്റവും മികച്ച ഒരു പഠന കേന്ദ്രം. IFLUവിൽ നിങ്ങൾക്ക് ഈ പറയുന്ന CUT വഴി ഏത് സ്ട്രീമുകാർക്കും എഴുതി ലാംഗ്വേജ് പഠിക്കാം, അതുപോലെ തന്നെ ജേർണലിസം പഠിക്കാം, പ്രിന്റ് മീഡിയ പഠിക്കാം, അങ്ങനെ വിവിധ 6-7 പ്രോഗ്രാമുകളാണ് അവിടെയുള്ള UG പ്രോഗ്രാം. അപ്പൊ ഇങ്ങനെ പഠിക്കാനുള്ള അവസരങ്ങൾ. ഇനി ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസില് സോഷ്യൽ വർക്കിലും അതേപോലെ സൈക്കോളജിക്കൽ സയൻസിലും ഒക്കെ ബ്രെയിൻ സയൻസിലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കാവുന്ന സാധ്യതകൾ, വളരെ യുണീക്ക് ആയിട്ടുള്ള പഠന സാധ്യതകളാണ് ഇവിടെ എല്ലാം ഉള്ളത്. കൂടാതെ നമുക്ക് എന്താണ്, കൊമേഴ്സ് സ്ട്രീമിൽ നിന്നും കുട്ടികൾക്ക് പോകാവുന്ന അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷെ അത് എല്ലാ സ്ട്രീമുകാർക്കും പോകാം. പക്ഷെ കൊമേഴ്സുകാർക്ക് അവര് വിചാരിക്കും സയൻസുകാർക്കും ആർട്സുകാർക്കും മാത്രമേ ഉള്ളൂ. അല്ല, കൊമേഴ്സുകാർക്ക് പോകാവുന്ന, സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ എല്ലാവരും വിചാരിക്കുന്നത് IIM-കളിൽ പഠിക്കാനുള്ള ഏകദേശം 20ഓളം IIM-കൾ നമുക്കുണ്ട്. ഈ IIM-കളിലെ ഏറ്റവും വളരെ നല്ല മികച്ച ഒരു പ്ലേസ്മെന്റും അതേപോലെ തന്നെ സൗകര്യങ്ങളുമുള്ള ഇൻഡോർ, മധ്യപ്രദേശിലെ ഇൻഡോറിലുള്ള IIM അവർ തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ് IPM MAT എന്ന് വെച്ചിട്ട് എൻട്രൻസ്. ഈ എൻട്രൻസ് ക്ലിയർ ചെയ്ത് കൊമേഴ്സുകാർക്കും അതേപോലെ തന്നെ മറ്റു സ്ട്രീമുകാർക്കും +2 കഴിഞ്ഞ് അവിടെ കടന്നു ചെല്ലുവാണെങ്കിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ട് ഡിഗ്രി PG ഒരുമിച്ച് പഠിക്കാവുന്ന ഒരു സാധ്യതയുണ്ട്.
ഇത് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ലെവലിലുള്ള മൾട്ടിനാഷണൽ കമ്പനികളിലേക്ക് വരെ പ്ലേസ്മെന്റ് കിട്ടുന്ന ഒരു ആ, പ്രോഗ്രാമാണ്. സാറേ, അവിടെ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് സാറ് പറഞ്ഞ ഒരു വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. കാരണം പലരും ചിന്തിച്ചിരിക്കുന്നത് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് IIM-ലൊക്കെ പഠിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. എന്നാൽ സാറ് പറയാനായിട്ട് ശ്രമിച്ചത് +2 കഴിഞ്ഞതിന് ശേഷവും നമുക്ക് അല്ലെ IIM പോലെയുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. രാജസ്ഥാനിലുള്ള പിലാനിയിലുള്ള ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ബിറ്റ്സ് സാറ്റ് വഴി കടന്നു ചെല്ലാവുന്ന ബിർളക്കാരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ബിറ്റ്സ് സാറ്റ് രാജസ്ഥാൻ പിലാനിലുള്ളതാണ്. അതുപോലെ പൂനെയിലുള്ള സിംബിയോസിസ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന അക്കാഡമി. സിംബിയോസിസ് ഇന്റർനാഷണലൊക്കെ ഏത് സ്ട്രീമുകാർക്കും പറ്റിയ എത്രയോ പ്രോഗ്രാമുകളാണ്. അവിടെ എങ്ങാനും കടന്നു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ലെവലിലേക്കുള്ള പ്ലേസ്മെന്റ് ആ കുട്ടിക്ക് ലഭിക്കുന്നു. അത് സാറ് മുമ്പ് സൂചിപ്പിച്ച പോലെ രാജ്യത്തെ ഏറ്റവും മികച്ച പല സ്ഥലത്തു നിന്നുള്ള കുട്ടികളാണ് ഈ പറയുന്ന സ്ഥാപനങ്ങളൊക്കെ തേടി ചെല്ലുന്നത്. അതുപോലെ തന്നെ ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാടുണ്ട്. ഭാരത വിദ്യാപീഠ്, അതുപോലെ തന്നെ മണിപ്പാൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, മെഡിക്കൽ ഉൾപ്പെടെയുള്ള മേഖലകൾ, അമൃത വിദ്യാപീഠ്, അമൃതയതെ, അതേപോലെ തന്നെ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇങ്ങനെയൊക്കെയുള്ള ചില എടുത്തു പറയാം. SRM യൂണിവേഴ്സിറ്റി ഒക്കെ 100ാം റാങ്കിന്റെ അകത്ത് വരുന്ന SRM യൂണിവേഴ്സിറ്റി. എനിക്ക് സാറൊക്കെ അവിടെ പഠിച്ചതാന്ന് തോന്നുന്നു. അവിടെയാണ് പഠിച്ചത്. ചെന്നൈ പ്രൊഡക്റ്റ് ആണ്. അങ്ങനെയുള്ള ചില എടുത്തു പറയാവുന്ന ഒരുപാട്. ഇനി കൽക്കട്ട യൂണിവേഴ്സിറ്റി, ജാദവ്പൂർ യൂണിവേഴ്സിറ്റി, ഇത് രണ്ട് കൽക്കട്ടയിൽ തന്നെ. ജാദവ്പൂർ യൂണിവേഴ്സിറ്റി, ഈ യൂണിവേഴ്സിറ്റിയുടെ രാജ്യത്തെ പല കുട്ടികൾ കേട്ടിട്ട് പോലുമില്ല. ചുമ്മാ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയേ, അവിടെയൊക്കെ പഠിക്കും. ജാദവ്പൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലൊക്കെ ഞാൻ പോയിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെയെല്ലാം പോകുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു കുട്ടി ഈ സ്ഥാപനം കാണുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടമാണ്. ഞാൻ IIM കോഴിക്കോടിന്റെ ക്യാമ്പസിൽ പോയപ്പോഴാണ് അർജുനൻ വില്ലു പൊളിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു വലിയ ഒരു സിമ്പിൾ കണ്ട നമ്മൾ IIM കോഴിക്കോടിലോട്ട് കയറി ചെല്ലുന്നത്. ഏകദേശം 100 കണക്കിന് ഏക്കറിനകത്തിരിക്കുന്ന അതിവിശാലമായ ക്യാമ്പസ്, 24 മണിക്കൂറും ഇതേപോലെ ലൈറ്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ ഇട്ടിരിക്കുവാണ്. ഒരു കുട്ടിക്ക് രാപ്പകല് അവന് പഠിക്കണമെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന അത് ഞാൻ നേരിട്ട് കണ്ടതാണ്. അപ്പം അവിടേക്കൊക്കെ ആ ക്യാമ്പസുകളൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ആ ഒരു വൈബ് ഭയങ്കരമാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ലഭിക്കാൻ ഇടയാകണമെങ്കിൽ അവിടെ കടന്ന് ഞാൻ സത്യം പറഞ്ഞ കരഞ്ഞിട്ടുണ്ട്. കരഞ്ഞെന്ന് പറഞ്ഞാല് അത് ലിറ്ററലി സങ്കടം കൊണ്ടല്ല, ഇത് കാണാൻ കഴിഞ്ഞല്ലോ എന്നുള്ള സന്തോഷവും. അതുപോലെ ഇത് നമ്മുടെ ഒന്നും ഗ്രാജുവേഷൻ സമയത്തോ അല്ലെങ്കിൽ +2 കഴിഞ്ഞ് നമ്മുടെ പഠന സമയത്തൊന്നും ആരും പറഞ്ഞു തന്നില്ലല്ലോ എന്നുള്ള സങ്കടം. ആ സങ്കടം നിങ്ങൾക്കുണ്ടാവരുത്. സാറേ, അവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ +2 കഴിഞ്ഞിപ്പം മാനേജ്മെന്റ് അവസരങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ കൊമേഴ്സ്, അതല്ലെങ്കിൽ നമ്മൾ എഞ്ചിനീയറിംഗ് പറഞ്ഞു, അതേപോലെ തന്നെ മെഡിക്കൽ പറഞ്ഞു. ഇനിയും പല മേഖലകളുണ്ടല്ലോ. ഉദാഹരണത്തിന് എന്താ പറയാ, ഫാഷൻ ടെക്നോളജി. അപ്പൊ അതാത് മേഖലകളിലെ +2 കഴിഞ്ഞവർക്കുള്ള ചില പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകൂടെ ഒന്ന് സൂചിപ്പിക്കാം. അതായത് വരയ്ക്കാൻ വശമുള്ള ഒരു കുട്ടിക്ക് ഇന്ത്യയിൽ ലഭിക്കാൻ ഇടയുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ചതാണ് ഈ നിഡ് എന്ന് പറയുന്നത്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് UG കഴിഞ്ഞ്, അതായത് നിങ്ങളുടെ +2 കഴിഞ്ഞ് ഏത് സ്ട്രീമുകാർക്കും നിങ്ങൾക്ക് വരയ്ക്കാം. നിങ്ങളുടെ കഴിവിനനുസരിച്ച് അതിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് NIT എന്ന് പറയുന്ന ഒരു എൻട്രൻസ് എഴുതി കഴിഞ്ഞ് ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന എൻട്രൻസ് ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ അതിന്റെ പല ക്യാമ്പസുകളിൽ നിങ്ങൾക്ക് പഠിക്കാൻ അവസരമാണ്. അതുപോലെ നിഫ്റ്റില് നമ്മുടെ കണ്ണൂരൊക്കെ ഉള്ള നിഫ്റ്റ് അല്ലെ, കണ്ണൂരിൽ നിഫ്റ്റ് ഉണ്ടല്ലോ, ധർമ്മശാലയിലിരിക്കുന്ന നിഫ്റ്റ്, അവിടെയൊക്കെ പഠിക്കുന്നതിലെ 100 കുട്ടികളെടുത്താൽ 80 പേരും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നാണ് പഠിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള കുട്ടികളെക്കാളും കൂടുതൽ കുട്ടികളും. അത് പറയുമ്പോൾ ഒരു കാര്യം ഒന്ന് ആഡ് ചെയ്യാം. ഈ നിഫ്റ്റ്, NID ഇതിനെ കുറിച്ചൊക്കെ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ട് തന്നെ സംസാരിക്കുന്ന ഒരു വീഡിയോ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ മുൻപ് നൽകിയിട്ടുണ്ട്. അതിന്റെ എൻട്രൻസ് ഏതൊക്കെയാണ്, എങ്ങനെ അങ്ങനത്തെ സ്ഥാപനങ്ങളിലേക്ക് എത്താം. താല്പര്യമുള്ളവർക്ക് അതിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം, ഐ ബട്ടണിൽ നൽകിയേക്കാം. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. അതെ, അതിനകത്ത് ഒന്ന് ആഡ് ചെയ്യാൻ എനിക്കൊരു ആഗ്രഹം തോന്നുന്നത്, പല കുട്ടികൾക്കും +2 കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ അവരുടെ അഭിരുചിയായ വശമുണ്ടെങ്കിലും വരയിൽ വലിയ പ്രാഗൽഭ്യം തെളിയിച്ചവരാണെങ്കിൽ അവരെ ഈ NEET വഴിയും എഞ്ചിനീയറിംഗിന്റെ സ്ട്രീമിലേക്കൊക്കെ വിടാൻ മാതാപിതാക്കള് പേരൻസ് ശ്രദ്ധിക്കുന്നത് കൊണ്ട് അങ്ങ് പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഈ കുട്ടികൾക്ക് ഇനി ഗ്രാജുവേഷൻ കഴിഞ്ഞാണെങ്കിൽ, ഏത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണെങ്കിൽ പോലും കുട്ടികൾക്ക് സീഡ് എന്ന് പറഞ്ഞൊരു എൻട്രൻസ് എഴുതി ഈ പറയുന്ന നിഡിലെത്തുവാണെങ്കിൽ അതൊരു വലിയ സാധ്യതയാണ്. അപ്പം അവിടെ കിട്ടുന്നത് അതിന്റെ ഡിസൈനിന്റെ PG പ്രോഗ്രാമാണ്, MDes കിട്ടും. എന്നിട്ട് മൾട്ടിനാഷണൽ കമ്പനികളിലേക്ക്, ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികളിലേക്ക് നിങ്ങൾക്ക് മൾട്ടിനാഷണൽ കമ്പനികളിൽ നിങ്ങൾക്ക്
പ്ലേസ്മെന്റിനുള്ള അവസരം അതുവഴി തന്നെ ഒരുങ്ങുകയാണ്. ഇങ്ങനെ ഒക്കെ ഉള്ള പഠന കേന്ദ്രങ്ങളുണ്ട്. ഇനി നമുക്ക് +2 കഴിഞ്ഞ് കടന്നു ചെല്ലാൻ +2-ൻ്റെതായിട്ട് മാത്രമല്ല, നിങ്ങൾക്ക് +2 കഴിഞ്ഞു, നിങ്ങൾ എനി ഡിഗ്രി എടുത്തു, ഡിഗ്രിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യം എന്റെ മനസ്സിൽ വന്ന ഒന്ന് രണ്ട് അവസരം കൂടെ ഞാനൊന്ന് പറയാം. ഈ ലോ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഈവൻ +2 കഴിഞ്ഞിട്ട് നാഷണൽ ലോ യൂണിവേഴ്സിറ്റികൾ NLUs-ൽ പഠിക്കാം. ക്ലാറ്റ് പോലെയുള്ള എൻട്രൻസ് എഴുതി, അതും അല്ലെ നമ്മുടെ കൊച്ചിയിലെ ഉൾപ്പെടെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക എന്നുള്ളത് ഒരു പ്രീമിയം അല്ലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഏത് സ്ട്രീമുകാർക്കും അത് എഴുതാവുന്നതാണ്. ക്ലാറ്റ് ക്ലിയർ ചെയ്ത് ബാംഗ്ലൂരൊക്കെയാണ് കിട്ടുന്നെങ്കിൽ വളരെ വലിയൊരു സാധ്യതയില്ലേ. നാഷണൽ കോളേജുകൾ 19-20ഓളം ഉണ്ട്. ഇന്ത്യയിലെ 10-24ഓളം സ്റ്റേറ്റുകളിൽ പോയി അവിടെ ഓരോ സ്റ്റേറ്റിലും പോകുമ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പസുകൾ കാണുക, അത് അറിയുക എന്നുള്ളത് എൻ്റെ ഒരു പാഷനായിരുന്നു. എനിക്കത് അത് ഇന്നും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്കൊരു വലിയൊരു പ്രചോദനമാണ്. അതിന്റെ ആ ഒരു ഇൻസ്പിറേഷൻ എന്നാണ് ഞാൻ ഇപ്പോ നിങ്ങളോട് സംസാരിക്കുന്നത്. സാറ് അത് പറയുമ്പോൾ എനിക്കൊന്ന് ആഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഔദ്യോഗികമായ പഠനമൊക്കെ കഴിഞ്ഞ സാറ് ഇങ്ങനെയുള്ള ക്യാമ്പസുകൾ വിസിറ്റ് ചെയ്യുമ്പം തീർച്ചയായിട്ടും കുട്ടികൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, നിങ്ങളുടേതായ മേഖലയിലെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നിങ്ങൾ ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നിങ്ങൾക്ക് മാനേജ്മെന്റ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നേരെ കോഴിക്കോട്ടേക്ക് പോയി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ടെക്നോളജി പഠിക്കണമെന്നുണ്ടെങ്കിൽ IIT പാലക്കാട് ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നമ്മൾ വിസിറ്റ് ചെയ്ത് ആ ക്യാമ്പസ് കാണുമ്പോൾ തന്നെ നമ്മളൊരു ഊർജ്ജം വരികയും അവിടെ പഠിക്കണമെന്ന് ഒരാഗ്രഹം നമ്മുടെ മനസ്സിൽ വരികയും ചെയ്യും. അപ്പോൾ ഡെഫിനറ്റ്ലി ഇങ്ങനെയുള്ള ക്യാമ്പസുകൾ മനഃപൂർവ്വമായിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു നല്ല ഐഡിയ ആണ്. അപ്പോൾ അവർ കേരളത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ കേരളത്തിലെ ക്യാമ്പസിൽ ബിറ്റ്സ് പിലാനിയുടെ ആൾക്കാർ വന്നിട്ട് ഈ പിള്ളേരെ പഠിപ്പിക്കും. അപ്പോൾ അവർക്ക് കിട്ടാൻ പോകുന്ന ഒരു BCAയോ BSc കഴിഞ്ഞ ഒരാൾക്ക് ബിറ്റ്സ് പിലാനിയുടെ MTech ആണ് അതോടൊപ്പം കിട്ടുക. അപ്പൊ അങ്ങനെയും ചില മാർഗങ്ങളുണ്ട് എന്നൊന്ന് ഞാൻ ഓർപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോഴും സാർ ഈ പറഞ്ഞപ്പോൾ വിട്ടുപോയ ഒന്ന് രണ്ട് സ്ഥാപനത്തെ കുറിച്ച് എനിക്ക് സാറിനോട് ചോദിക്കാനായിട്ടുണ്ട്. ഒന്ന്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിനെ കുറിച്ച് സാറ് സംസാരിച്ചില്ല. അതല്ലെങ്കിൽ നമ്മുടെ ഈ സ്ഥാപനം, നമ്മുടെ ഐസർ, അതും കൂടി ഒന്ന് സാർ ഈ സമയത്ത് ഒന്ന് സൂചിപ്പിച്ചാൽ നല്ലതായിരിക്കും. യെസ്, വളരെ നല്ല ഒരു സാറിന്റെ. സാറേ, ഞാനേ അവിടെ ഒരു സ്ക്രീനിൽ ഒരു ഇത് വന്നു, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് ചോദിക്കുവാണേ ഒരു കാര്യം. സാർ ഇത് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു സാറ് 2 പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ വിട്ടുപോയി എന്ന് എനിക്ക് തോന്നുന്നു. അതും കൂടി ഒന്ന് സാറ് സംസാരിച്ചാൽ കൊള്ളാം. ഒന്ന്, നമ്മുടെ തിരുവനന്തപുരത്തൊക്കെയുള്ള ഐസർ. രണ്ടാമത് ഏതായിരുന്നു സാറേ ഞാൻ പറഞ്ഞേ? പറഞ്ഞുപോയി. രണ്ടാമത് ചോദിച്ചത് നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. ഓക്കെ സാറ് ഇത് പറയുമ്പോഴും 2 പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ വിട്ടുപോയി എന്ന് ഞാൻ തോന്നുന്നു. അതിനെക്കുറിച്ചുകൂടി ഒന്ന് സംസാരിച്ചാൽ കൊള്ളാം. ഒന്ന്, നമ്മുടെ ഐസർ, അതേപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, അതും കൂടി ഒന്ന് സൂചിപ്പിച്ചാൽ നന്നായിരിക്കും. യെസ്, വളരെ നല്ല കാര്യം സാറേ. അതായത് സയൻസ് ഇന്ന് നമ്മുടെ രാജ്യത്ത് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ലഭിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട പഠനാവസരമാണ് ഐസർ ഒരുക്കുന്നത്. ഐസർ എന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്ന് പറയുന്ന സ്ഥാപനമാണ്. 7 ഐസറുകളാണ് രാജ്യത്തുള്ളത്. അതിൽ ഒന്ന് നമ്മുടെ തിരുവനന്തപുരത്താണുള്ളത്. തിരുവനന്തപുരം ഐസർ എന്ന് പറയുന്ന പോലെ നമുക്ക് കൽക്കത്തയിലുണ്ട്, പൂനെയിലുണ്ട്, ഈ പറഞ്ഞ പഞ്ചാബ് മൊഹാലിയിലുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലാണ്. ഈ പറയുന്ന ഐസറുകളിൽ നിങ്ങൾക്ക് ലഭിക്കുവാണെങ്കിൽ BSMS ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമാണ് ലഭിക്കുന്നത്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഈ സയൻസ് വിഷയങ്ങളിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച അധ്യാപകരെയും ഗവേഷകരെയും വാർത്തെടുക്കാനുള്ള ഉദ്ദേശത്തിൽ സെൻട്രൽ ഫണ്ടോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. അതേപോലെ വൺ ആൻഡ് ഓൺലി ഇൻസ്റ്റിറ്റ്യൂട്ട് നൈസറും ഉണ്ട്, ഭുവനേശ്വറിലാണ് അതുള്ളത്. മാത്സും പ്രത്യേകിച്ച് ഫിസിക്സും പഠിക്കുന്ന ഉപരിപഠനത്തിന് പോകേണ്ട കുട്ടികൾക്ക് ഏറ്റവും നല്ല സ്ഥാപനമാണ്. അതേപോലെ തന്നെ സാറ് ചോദിച്ച ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ശരിക്കും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലേക്ക് കഴിഞ്ഞ വർഷം വരെ കുട്ടികൾക്ക് +2 കഴിഞ്ഞ് ഉപരിപഠനത്തിലേക്കും അതേപോലെ തന്നെ അങ്ങ് റിസർച്ചും പോസ്റ്റ് ഡോക്ടറൽ ലെവലിലേക്ക് വരെ എത്താവുന്ന, ഈവൻ സ്പേസിലേക്ക് വരെ കുട്ടികളെ എത്തിക്കത്തക്ക തരത്തിലുള്ള ഒരു വലിയ സ്ഥാപനമാണ്. വൺ ആൻഡ് ഓൺലി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് വേണം പറയാൻ. ഈ സ്ഥാപനത്തെ റാങ്കിങ്ങിൽ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടെ മികച്ച സയന്റിസ്റ്റുകളെ വാർത്തെടുക്കുക. പക്ഷെ ഇവിടെ കഴിഞ്ഞ വർഷം വരെ KVP എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. ആ ടെസ്റ്റ് വഴി സ്ക്രീൻ ചെയ്തായിരുന്നു കുട്ടികളെ എടുത്തിരുന്നത്. കിഷോർ വൈജ്ഞാനിക് പ്രോത്സാഹൻ യോജന എന്ന് പറയുന്ന ഒരു സ്കോളർഷിപ്പ് പദ്ധതിയായിരുന്നു. ഫണ്ട് ഇങ്ങോട്ടേക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നത് അതുവഴിയായിരുന്നു അഡ്മിഷൻ ഉണ്ടായിരുന്നത്.
സാർ സൂചിപ്പിച്ചപ്പോഴാണ് ഞാൻ മറ്റൊരു സ്ഥാപനത്തെ കൂടി ഓർക്കുന്നത്. പല കുട്ടികൾക്കും വലിയ ആഗ്രഹമാണ് ഈ ISROയിൽ ജോലി ചെയ്യണം, അതുപോലെ സ്പേസിൽ പോകണം, നാസയിൽ എത്തണം എന്നൊക്കെ. അങ്ങനെ ആഗ്രഹമുള്ള ഒരു കുട്ടി ആഗ്രഹിക്കേണ്ട ഏറ്റവും മികച്ച സ്ഥാപനം നമ്മുടെ നാട്ടിൽ കേരളത്തിലാണ്. തിരുവനന്തപുരത്തുള്ള IIST, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ്. ഡെഫിനറ്റ്ലി ഞാൻ IISTയിൽ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ISROയിൽ ജോലി നേടാം എന്നതിനെ കുറിച്ച് ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ മുൻപ് നൽകിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ നൽകിയേക്കാം, താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. യെസ് യെസ്, അതും ലക്ഷ്യമാക്കണം. പക്ഷേ എനിക്ക് സാറേ ഇതിപ്പോ പറയുമ്പോൾ നമുക്ക്, ഞാൻ ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിൽ പോയതുകൊണ്ട് പോയപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം, കേരളത്തിൽ നിന്നാണ് വരുന്നതെന്ന് നമ്മൾ അവിടെ അവരോട് പറയുമ്പോൾ, കുട്ടികളോട് പറയുമ്പോൾ, കരിയർ ഗൈഡൻസിന്റെ സെഷനുകളൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് അറിയേണ്ട ഒരു സ്ഥാപനമാണ് ഈ IIST. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് ഈ IIST കുറിച്ച് ചോദ്യമോ അറിവോ ഇല്ലാതെ പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതൊക്കെ വളരെയേറെ നമ്മുടെ നഷ്ടമാണ്, നമ്മുടെ രാജ്യത്തിന്റെ തന്നെ നഷ്ടമാണ്. മിടുക്കരായ പിള്ളേർ നമ്മുടെ നാട്ടിൽ ഇല്ലാഞ്ഞിട്ടല്ല, അവർ ഈ സ്ഥാപനം അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരത്തേക്ക് എത്രയോ വട്ടം നമ്മൾ യാത്ര ചെയ്യുന്നു, പക്ഷെ തിരുവനന്തപുരത്ത് പോയിട്ട് നമ്മൾ ഈ പറയുന്ന ISRO കാണുന്നില്ല, IIST കാണുന്നില്ല. എന്തിന് ISROയുടെ ഈ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം പോലും നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. ഇനി എന്തിന് കാര്യവട്ടം ക്യാമ്പസ്, കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു സ്ഥാപനം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, യൂണിവേഴ്സിറ്റി പറഞ്ഞാൽ കാര്യവട്ടം ക്യാമ്പസ്. എത്രയോ പ്രോഗ്രാമുകളാണ് അവിടെ ഉള്ളത്. അവിടെയൊക്കെ മാത്തമാറ്റിക്സ് പഠിച്ച ഒരു സ്റ്റുഡന്റിന് UGയുടെ പ്രോഗ്രാമിന്റെ കാര്യം ചോദിച്ചു സാറ്. അപ്പോൾ അവിടെ പറഞ്ഞപ്പം ഇതാത് ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് മാത്തമാറ്റിക്സിൽ BSc എടുത്ത ഒരു സ്റ്റുഡന്റിന് പലപ്പോഴും ഞാൻ കാണുന്നത് അവർക്ക് വലിയധികം സ്കോപ്പില്ല, ഓൺലി ടീച്ചിങ് എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അവർക്ക് ആക്ച്വറിയൽ സയൻസ് പഠിക്കാൻ, ആക്ച്വറിയൽ സയൻസ്, അതായത് കണക്ക് കൊണ്ട് കഥ പറയാൻ കഴിവുള്ള ഒരു സ്റ്റുഡന്റിന് കിട്ടാതെ വെച്ച് ഏറ്റവും ഇൻഷുറൻസ് മേഖലയിലേക്കോ അതുപോലെ മോണിറ്ററി ഫണ്ടിങ് സ്ഥാപനങ്ങളിലേക്കൊക്കെ പോയി അവരുടെ ഫണ്ട് ഡിസൈനറായി മാറാൻ പറ്റുന്ന തരത്തിലുള്ള ആക്ച്വറിയൽ സയൻസ് പഠിക്കാനുള്ള ക്യാമ്പസ് നമ്മുടെ കാര്യവട്ടം ക്യാമ്പസിലുണ്ട്. ഇങ്ങനെയുള്ള ക്യാമ്പസുകളൊന്നും കുട്ടികൾ അറിയാതെ പോകുന്നതാണ്. ഇത് പറയുമ്പോഴത്തേന് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ISI അല്ലെ, ഇങ്ങനെയുള്ള ഒട്ടനവധി സ്ഥാപനങ്ങളുണ്ട്. അവിടെ ഒരു കാര്യം എനിക്ക് ഒന്ന്, CMI ഏതാണ് ചെന്നൈ മാത്തമാറ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, CMI അറിയത്തില്ല. ഓക്കെ, റൈറ്റ്. ISI പോലെ ഓക്കെ, ഇത് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്നത്, ഈ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് നമ്മൾ പലപ്പോഴും ഒരു പേര് വിളിക്കാറുണ്ട്, INI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്. അതായത് കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു പാർലമെന്റ് ഒരു ആക്ട് പ്രകാരം കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടിങ്ങോടെ ആരംഭിച്ച കുറെ സ്ഥാപനങ്ങളുണ്ട്. അതിനെ വിളിക്കുന്നതാണ് INI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്. നമ്മൾ അതിന്റെ പലപ്പോഴും അത് മനസ്സിലാക്കാനായിട്ട് ഇന്ത്യൻ എന്നതിൽ തുടങ്ങുന്ന പല സ്ഥാപനങ്ങളുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, അല്ലെങ്കിൽ IIT, അല്ലെങ്കിൽ നമ്മുടെ IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, അല്ലെങ്കിൽ എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ ഇങ്ങനെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെ ഇന്ത്യൻ എന്ന പേരിൽ ഉള്ള ഒത്തിരി INI ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇതൊക്കെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പൊ നമ്മൾ പറയാൻ പോയാല് നമ്മളുടെ വീഡിയോയ്ക്ക് ഒരു അന്തം എന്നതിനാല് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം, ഡെറാഡൂണിലുള്ള പെട്രോളിയം ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ നമുക്ക് എടുത്ത് പറയേണ്ടതുണ്ട്. യെസ്. അപ്പം അതാത് മേഖലകളിൽ നിങ്ങൾ ഏത് മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നോ അതാത് മേഖലകളിലൊക്കെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അപ്പൊ കഴിവതും ഈ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കണ്ടെത്തി അവിടെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് നമ്മൾ വലിയ സ്വപ്നങ്ങൾ കാണുക, ഒരുപക്ഷെ നമുക്ക് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കാനായിട്ട് കഴിയും. അപ്പോഴും സാറ് സൂചിപ്പിച്ചതുപോലെ മികച്ച അധ്യാപകര്, മികച്ച സൗകര്യങ്ങൾ എല്ലാം കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടിങ് ഉള്ള സ്ഥാപനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നല്ല സൗകര്യത്തിൽ പഠിക്കാം എന്ന് മാത്രമല്ല, നല്ല പ്ലേസ്മെന്റിലേക്ക് എത്താം, നല്ല അലൂമിനിയുടെ സപ്പോർട്ട് ലഭ്യമാകും, നല്ല നെറ്റ്വർക്കിങ്ങിലൂടെ ഏറ്റവും മികച്ച രാജ്യത്തെ അതാത് മേഖലയിലുള്ളവരോടൊപ്പം പഠിക്കാനായിട്ട് കഴിയും. ഇങ്ങനെ ഒട്ടനവധി സൗകര്യങ്ങളാണ് ഈ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മൾക്ക് മുന്നിൽ ഒരുക്കുന്നത്. അപ്പോഴും ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം, നമ്മുടെ കുട്ടികൾ പലപ്പോഴും ഇതിനു വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല, അതിനെന്ത് ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ നമ്മുടെ വീഡിയോ വളരെ ലെങ്തി ആയി പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് സംവദിക്കാം. അതിനും നമ്മളുടെ ഐസക് സാറ് നമ്മോടൊപ്പം വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഇത്രയും നേരം പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇന്ത്യയിൽ ഏതൊക്കെയാണ് എന്നൊക്കെ സൂചിപ്പിച്ച ഐസക് സാറിന് കരിയർ പാത്വേയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ.